ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് ചെക്കോട്ട സാരീസ് കണ്ടായിരുന്നു. തൊട്ട് കഴിഞ്ഞ എപ്പിസോഡല്ല, അതിന് മുന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് 6 ചെക്കോട്ട സാരീസാണ് നമ്മൾ കണ്ടത്. എല്ലാം ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ളത്. ഇന്ന് നമ്മൾ കാണുന്നത് ചെക്കോട്ടയുടെ കോട്ടൺ ചെക്കോട്ട പോലെ തന്നെ ഇരിക്കുന്നത് പ്യുവർ കോട്ടൺ സാരീസാണ് കാണുന്നത്. അപ്പം അതിൻ്റെ അകത്ത് നല്ല എംബ്രോയ്ഡറി ചെയ്തതാണ്. ഒത്തിരി ഹെവി അല്ല, അത്യാവശ്യം ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്സ് ഉള്ള സാരീസാണ്. ഇന്ന് കാണിക്കുന്ന 4 സാരീസും ഡിഫറെൻറ്റ് ഷെയ്ഡ്സും ആണ്, ഡിഫറെൻറ്റ് സ്റ്റിച്ചസും ആണ് 4ലും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പം ആദ്യത്തെ സാരി തന്നെ ഒരു ബേബി പിങ്ക് എന്ന് പറയാനുള്ള ഒരു പടി കൂടുതൽ, ഒരു ഡാർക്ക് ഷെയ്ഡ് ഓഫ് ബേബി പിങ്ക് എന്ന് പറയാം. ആ ഒരു ഷെയ്ഡിലുള്ളതിൽ വളരെ സെറ്റിൽ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒത്തിരി തെറിച്ച് നിൽക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ അല്ല അതിൻ്റെ അത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്തൊരു നല്ല അത്യാവശ്യം വലിയൊരു ഫ്ലവർ ബഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഡബിൾ ഷീറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റിച്ച് ലേസി ഡേസി ബൂളിയൻ നോട്ടാണ് സ്റ്റിച്ച്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ചെക്കോട്ട, ഞാൻ നേരത്തെ കാണിക്കുന്ന ചെക്കോട്ടയും ഇതുമായിട്ട് ചെക്കിന് ഡിഫറൻസ് ഉണ്ട്. ഇത് ഒറ്റ ചെക്കായിട്ട് ഒരു സ്ക്വയർ ആയിട്ടേ ഉള്ളൂ. ചെക്കോട്ടയുടെ ഉള്ളിലാണെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ കുറേ കുഞ്ഞു സ്ക്വയേഴ്സ്, അങ്ങനെയാണ് ചെക്കോട്ട വരുന്നത്. ഇതൊരു കോട്ടൺ, പ്യുവർ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. ചില എടുത്ത് ഇത് ചെക്കോട്ട എന്ന് പറഞ്ഞ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അത് ഉടുക്കാനൊക്കെ നല്ല സുഖമാണ്. സ്റ്റാർച്ച് മുക്കിയാൽ നല്ലോണം ഇരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ മുന്താണിയിൽ വരുന്ന ഇങ്ങനത്തെ ഒരു ഡിസൈനാണ്. ഇത് ഒത്തിരി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒത്തിരി തെറിച്ച് നിൽക്കുന്ന കളർ കോമ്പിനേഷൻ അല്ല, വളരെ സെറ്റിലായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ലേസി ഡേസി ബൂളിയൻ നോട്ട് സ്റ്റിച്ച്. പിന്നെ ലേസി ഡേസി ഫ്ലവേഴ്സും സ്റ്റെം സ്റ്റിച്ചുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇച്ചിരി എംപോസ് ചെയ്തിരിക്കുന്ന വർക്കാണ്. 6 strands യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി എംപോസ് ചെയ്തിരിക്കും, ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ് അത് തയ്ക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് മുന്താണിയിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്നത് ചെസ്റ്റ് ഫ്രണ്ടിലെ ഷോൾഡർ പ്ലീറ്റിലാണ് 2 ഡിസൈൻ വരുന്നത്. ഇങ്ങനെയാണ് ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെ ഡിസൈൻ വരുന്നത്. 2 ഡിസൈൻ ഷോൾഡർ പ്ലീറ്റിൽ വരുന്നുണ്ട്. ഇതുപോലെ 2 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലുമാണ് ഡിസൈൻ വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സാരിയാണ്. മുന്താണിയിൽ 1, ഫ്രണ്ടിൽ 2 എണ്ണം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ഒരേ ഫ്ലവറിൽ 4 പെറ്റൽസ് വെച്ചിട്ട് 4ഉം 5ഉം പെറ്റൽസ് വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ചിലതിൽ 5, ചിലതിൽ 4. അപ്പോൾ ഈ ഓരോ ഫ്ലവർ പെറ്റലും തയ്ക്കാനായിട്ട് നമുക്ക് ഇച്ചിരി സമയമെടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിനും ഇച്ചിരി സമയം എടുക്കുന്നത്. ഇതിൻ്റെ പോലത്തെ ഈ ഒരു ഡിസൈൻ ഫുള്ളും ഇല്ല, കുറച്ച് കുഞ്ഞതായിട്ട് ഒരു ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വന്നിരിക്കുന്ന ഡിസൈനാണ് ഇത്. അപ്പോൾ ഇതൊരു കുഞ്ഞ് ഡിസൈനാണ്, ഫുൾ ലെങ്ത്ത് ഇല്ല കേട്ടോ. മുന്താണിയിൽ തയ്ച്ച അത്രയും ഇല്ല. അപ്പോൾ ഇതുപോലെയാണ് ഈ സാരി വന്നിരിക്കുന്നത്. മുന്താണിയിൽ 1, ഫ്രണ്ടിൽ 2 ഡിസൈൻ, പിന്നെ കാലിൻ്റെ അവിടെ ഒരു കുഞ്ഞ് ഡിസൈൻ. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1800 ആണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സാരി കണ്ടു നോക്കാം. ഇതിനു മുമ്പ് കാണാത്ത ഒരു യെല്ലോ കളർ സാരിയാണ്. ചെക്കോട്ടയിൽ നമുക്ക് ഈ ഒരു ഷെയ്ഡ് കളർ കിട്ടാനില്ല. നമുക്ക് കിട്ടുന്ന ലെമൺ യെല്ലോയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചിക്കു ഷെയ്ഡാണ്. ഇതൊരു നല്ല വേറൊരു ഷെയ്ഡ് യെല്ലോയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ നല്ല ലാവൻഡർ ഷെയ്ഡ് പേർപ്പിൾ ഷെയ്ഡ് എന്നും പറയാം. എന്ന് വെച്ചാൽ ലാവൻഡറിനേക്കാളും ഡാർക്ക് ഷെയ്ഡാണ്. ഒരു പേർപ്പിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ മുന്താണി വരുന്നത്. ഇതാണ് മുന്താണിയിൽ ഒരു ഫ്ലവർ, ഇതുപോലെ ഒരു ഫ്ലവർ. അത് കഴിഞ്ഞിട്ട് പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിഞ്ഞ് അടുത്ത ഫ്ലവർ. പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് 3 ഫ്ലവർ ഉണ്ട്. മുന്താണിയിൽ നിന്ന് 3 ഫ്ലവറാണ് അടുപ്പിച്ച് പോകുന്നത്. അപ്പോൾ ഇത് നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ്, ഈ ഒരു കളർ ബ്ലൗസ് പീസും കൂടി ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ പ്രൊജക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇത് നല്ലോണം അടുപ്പിച്ച് സാറ്റിൻ സ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ നല്ലോണം ടൈം കൺസ്യൂമിങ് സ്റ്റിച്ചാണ്. ആദ്യം കാണിച്ചതിനേക്കാളും കൂടുതൽ സമയം എടുക്കുന്നതാണിത്. അപ്പോൾ ഇതിൻ്റെ 3 എണ്ണം മുന്താണിയിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് പോർഷനിൽ ഇതുവരെ തന്നെ 3 എണ്ണം വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ സാരിയിൽ. ചെസ്റ്റ് പോർഷനിൽ ഇതുവരെ തന്നെ
3 ഡിസൈനാണ് വരുന്നത്. ഇത് ഒരെണ്ണം 2 3 അങ്ങനെ 3 ഡിസൈനാണ് വരുന്നത്. ഇതിൻ്റെ അത് 2 കളർ ഷെയ്ഡ് ത്രെഡാണ് യൂസ് ചെയ്തത്. ഒരു ലൈറ്റർ ഷെയ്ഡ് ഇടയ്ക്കത്തെ പെറ്റൽസിന് ലൈറ്റർ ഷെയ്ഡും അതിൻ്റെ ഡാർക്കർ ഷെയ്ഡ് പർപ്പിളും ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 2 ഷെയ്ഡ് ത്രെഡാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 2600 ആണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വില കൂടാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലവർ പാറ്റേൺ തയ്ക്കണമെങ്കിൽ കുറച്ച് സമയം, നല്ല സമയം വേണം. മോർ ദാൻ 3 അവേഴ്സിൽ കൂടുതൽ വേണം. നമ്മൾ അങ്ങനെ അവറിൽ നോക്കുവാണെങ്കിൽ നമ്മൾ അത്രയുള്ള റേറ്റ് പറയുന്നില്ല. അത്രയും സമയം ഉണ്ടെങ്കിലാണ് സാറ്റിൻ സ്റ്റിച്ച് ഇത്ര വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ഇങ്ങനത്തെ സ്റ്റിച്ചിനൊക്കെ കച്ച് വർക്ക്, സാറ്റിൻ സ്റ്റിച്ച്, ഷാഡോ വർക്കിനൊക്കെ റേറ്റ് കൂടാനുള്ള കാരണം ഇതാണ്. അപ്പം നമുക്ക് മൂന്നാമത്തെ സാരി കണ്ടു നോക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ റീക്രിയേഷന് വേണമെങ്കിലും നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സാരി കണ്ടു നോക്കാം. അത് നമ്മൾ നേരത്തെ കണ്ടേക്കുന്ന പുറത്ത് ഒരു ബ്ലൂ കളറാണ്. ചെക്കോട്ടയിൽ കണ്ടേക്കുന്ന പുറത്ത് തന്നെ ഒരു ബ്ലൂ കളർ ഷെയ്ഡാണ്. അതിൻ്റെ അകത്ത് നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. അത് ഒരു ലോട്ടസ് ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ലോട്ടസ് ഡിസൈനാണ് നമ്മുടെ മുന്താണിയിൽ വരുന്നത്. ഇങ്ങനെ ഒരു ലോട്ടസ് ഡിസൈനാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്ത് ഹെയറിൻ ബോൺ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലീവ്സും ഹെയറിൻ ബോൺ ആണ്, ഫ്ലവേഴ്സും ഹെയറിൻ ബോൺ ഡിസൈനാണ്. എന്ന് വെച്ചാൽ ഷാഡോ വർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ബഡ്സും അല്ല. സ്റ്റെം മാത്രം സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ല പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന സാരി തന്നെയാണ്. ഇതിൻ്റെ അകത്തും ഈ ഒരു സാരിയിൽ നമ്മൾ പ്രൊജക്ഷൻ നല്ലോണം വരുന്ന ഒരു സാരിയാണ്. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. മുന്താണി കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ 3 ഉണ്ട്. നേരത്തെ കണ്ട നമ്മുടെ യെല്ലോ സാരി പോലെ തന്നെ റണ്ണിങ് പോർഷനിൽ 2 എണ്ണം, മുന്താണിയുടെ അറ്റത്ത് 1 എണ്ണം, അങ്ങനെ 3 ഡിസൈനാണ് ഈ പുറകിലോട്ട് വരുന്ന പോർഷനിൽ. ഡിസൈൻ ഇങ്ങനെയാണ് 3 എണ്ണമാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 2 എണ്ണമാണ് വരുന്നത്. 2 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെ വരുന്നത്. ഇതുപോലെ 2 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെ വരുന്നത്. ഇത്രയാണ് ഇതിൻ്റെ അകത്തും ഡിസൈൻ വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ, എന്ന് വെച്ചാൽ മുന്താണിയിലും ഫ്രണ്ടിലും മാത്രമേ ഉള്ളൂ. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഡിസൈൻ ഇല്ല. ഇത്രയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടോട്ടലി 5 ഡിസൈനാണ് വരുന്നത്. 3 എണ്ണം മുന്താണിയിലോട്ട് പോകുന്ന, 2 എണ്ണം റണ്ണിങ് പോർഷനിൽ, 1 എണ്ണം മുന്താണിയിൽ, പിന്നെ ഫ്രണ്ടിൽ 2 ഡിസൈൻ, അങ്ങനെ മൊത്തത്തിൽ 5 ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1650 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ സാരി കണ്ടു നോക്കാം. അതൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ബൂളിയൻ റോസസ് ആണ് ചെയ്തിരിക്കുന്നത്. ബൂളിയൻ റോസസ് ബേബി പിങ്കിനേക്കാളും കുറച്ചും കൂടെ ഒരു ഡാർക്കർ ഷെയ്ഡ് പിങ്കാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ലീവ്സ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഗ്രീനുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മുന്താണിയിലും നേരത്തെ കാണിച്ച പോലെ ഫ്രണ്ടിലൊക്കെയാണ് ഡിസൈനിങ് കൂടുതൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് സാരിയുടെ പല്ലുവിൽ വന്നിരിക്കുന്നത്. ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പല്ലുവിൽ താഴത്തോട്ട് ഇവിടെ മേളിലോട്ട്. ഇതിൻ്റെ അകത്ത് ബൂളിയൻ നോട്ടും അതുപോലെ തന്നെ ബഡ്സ് ആണെങ്കിലും ബൂളിയൻ നോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ലീവ്സ് ഫിഷ് ബോണും സ്റ്റെം സ്റ്റിച്ചും ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഗ്യാപ്പിൽ ഇങ്ങനെ ഡിസൈൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ മുമ്പായിട്ട് വരെ പിന്നെ കുത്തുന്നതിൻ്റെ അവിടം വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 5 ഡിസൈൻ ഉണ്ട്. ഷോൾഡറിൻ്റെ അവിടെ എത്തിയപ്പോൾ 2 ഡിസൈൻ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്ത് ഒരു ഡിസൈൻ, അത് കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ ഫ്ലവർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒറ്റ ഡിസൈനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മുന്താണിയിൽ കണ്ടുവരത്തെ സിംഗിൾ ഇതായിട്ട്, പിന്നെ ഒരു ഫ്ലവർ ആയിട്ട്, പിന്നെ ഒരു 3 ഫ്ലവറുള്ള ആ പാറ്റേൺ, സെയിം പാറ്റേൺ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് അധികം വർക്ക് വരുന്നുണ്ട്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ പിന്നെ വർക്കൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വളരെ ലൈറ്റ് ഷെയ്ഡാണ്. നമ്മൾക്ക് പ്രായമായ ആൾക്കാർക്കൊക്കെ പറ്റിയൊരു കളർ കോമ്പിനേഷനാണ്. ഒത്തിരി തെറിച്ച് നിൽക്കത്തില്ല, എന്നാൽ അത്യാവശ്യം വർക്കുണ്ട് താനും. താഴത്തോട്ട് വർക്കില്ല. മുന്താണി തൊട്ട് ഫ്രണ്ടിൽ വളഞ്ഞു പോകുന്ന ആ പോർഷൻ വരെയാണ് വർക്കുള്ളൂ. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിന് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും 1600 ആണ് ഇതിൻ്റെ റേറ്റ്.
1600 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഇതിന് നമ്മൾ ബ്ലൗസ് ഇടുവാണെങ്കിൽ ഈ സെയിം ലാവൻഡർ ഷെയ്ഡ് ആയിരിക്കും നല്ലത്. ഈ പിങ്ക് ഇടുന്നേക്കാളും നല്ലത് ലാവൻഡർ ഷെയ്ഡ് ബ്ലൗസ് പീസ്, കോട്ടൺ ബ്ലൗസ് പീസ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഡിസൈൻസും സാരീസും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും റീക്രിയേഷനോ അതല്ലെങ്കിൽ കളർ ചേഞ്ച് എന്തെങ്കിലും വേണമെങ്കിൽ അതാണെങ്കിലും വാട്സപ്പ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.